ഹായ് യൂട്യൂബേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ റിലീസ് ആണ് ഗൈസ്. അപ്പം ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വിൻഡ് ബ്രേക്കർ സീസൺ 2 എപ്പിസോഡ് 1. അപ്പോൾ ഗൈസ്, കുറേ നാൾക്ക് ശേഷം നമ്മുടെ വിൻഡ് ബ്രേക്കർ ഒരു അടിപൊളി കംബാക്ക് അടിച്ചിട്ടുണ്ട്. അത് എവിടാ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ അവിടെ തന്നെ. ഇത്തവണ വെച്ച് പെരുപ്പിക്കണമൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അധികം നിങ്ങളെല്ലാവരും ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കയറാം. പിന്നെ എൻ്റെ ഒരു ചെറിയ ഇൻട്രോ ഉണ്ട് കേട്ടോ. കാര്യത്തിൽ നമ്മൾ വലിയ എഡിറ്ററും ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയൊരു ഇൻട്രോ. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നീലും പിന്നെ നമ്മുടെ ഫ്യൂറിലെ നമ്മുടെ സാക്കുറയുടെ ക്ലാസ് തമ്മിലുള്ളൊരു ഫൈറ്റായിരുന്നു. നീലിലെ ബേസിലെ ആൾക്കാർ ഏകദേശം 10-60 പേരുണ്ടെങ്കിലും നമ്മുടെ പിള്ളേർ 25-30 പേരേ ഉള്ളായിരുന്നു. അത്രയും പേരായിട്ട് പോലും ഇവരുടെ പവർ ഏകദേശം 100 പേരുടെ അനുസരിച്ചായിരുന്നു. നമ്മുടെ സുവോ അതിന് ശേഷം നമ്മൾ നീര് പറയാൻ തുടങ്ങും. അവൻ പറയും ഇവരുടെ ടീമിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറിലെ ഡ്രാഗൻ്റെ സ്കെലിറ്റ്. അതാണ് ഇവരുടെ ടീമിൻ്റെ സിമ്പിൾ. പിന്നെ ഇവരുടെ ഗ്യാങ് എന്ന് പറയുന്നത് അധികം വലുതൊന്നും ആയിട്ടില്ല, ഒരു ചെറിയൊരു മീഡിയം സ്കെയിലായിട്ടുള്ള ഒരു ഗ്യാങ്ങാണ്. പിന്നെ ഇവരുടെ ക്രൈംസ് അവിടെ ഇവിടെയായിട്ട് കുറച്ചായിട്ട് രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അത്ര ഇവരെക്കുറിച്ച് ഇപ്പം നമ്മൾ നീരിക്ക് ഒരു ഇൻഫർമേഷൻസ് ഉള്ളൂ. ഇതായിട്ട് സാക്ര പറയും ഇനി എനിക്കൊരു ഇതുമില്ല, അമ്മമാരും ആയിക്കോട്ടെ, വലുതും ആയിക്കോട്ടെ, ചെറുതും ആയിക്കോട്ടെ, എന്തായാലും സ്വന്തം ടീമിലെ വീഴ്ത്തനെ ഇങ്ങനെയിട്ട് അടിച്ചിട്ട് സുഖം കണ്ടുപിടിക്കുന്ന ഒരുത്തവന്മാരെ ഞാൻ വെറുതെ വിടത്തില്ല. അതിന് അമ്മമാർ എൻ്റെ മുമ്പിൽ ചെന്ന് നമ്മുടെ ചെറുക്കനെ തടുത്തില്ലെന്ന് പറഞ്ഞാൽ ഓരോരുത്തരനെയും വെച്ച് അടിച്ചടിച്ച് അവിടെ നിലത്തിട്ട് എണ്ണിക്കാത്ത പരുവത്തി അമ്മമാരെ ഇട്ടിട്ടേ നമ്മുടെ ചെറുക്കനെ കൊണ്ട് വരുത്തുള്ളൂ. അതിന് ഏത് കൊമ്പത്തവനായാലും അവനെ ഞാൻ അടിച്ചിട്ടേ വരുത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ അൻസയുടെ കൂട്ടുകാരും പുറകെ നിർത്തം പറയും, അൻസയെ നീ പേടിക്കണ്ട, അഥവാ ഇനി അവർ നമുക്ക് നമ്മുടെ ചെറുക്കനെ തന്നില്ലെങ്കിൽ നമ്മളവരെ അടിക്കും, അത്രേ ഉള്ളൂ. ഇത് ഫ്യൂറിൻ്റെ പുതിയ പരിപാടിയൊന്നും അല്ലല്ലോ, അടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോരയിലുള്ളതാണ്, നീ പേടിക്കാതെ എന്ന് പറയും. പക്ഷേ അൻസയെ പറയും അതൊന്നും ഈ പേടിയില്ല, പക്ഷേ അവരെന്ന് പറയുന്നത് നമ്മോട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്ന് ഫൈറ്റ് ചെയ്യുന്ന അമ്മമാരല്ല. ഒരാളെ അടിക്കാൻ തന്നെ അമ്മമാർക്കൊരു 10-15 പേരും പിന്നെ ടൂൾസുമായിട്ട് നിൽക്കുന്നവന്മാരാണ്. അത് അമ്മമാരുടെ മെയിൻ വിഷയം. അതുകൊണ്ട് എവിടുന്നെങ്കിലും നമ്മുടെ ഗാർഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ നോക്കൗട്ടാവും. അതാണ് ഒരു വിഷയം. നമ്മളിപ്പോൾ അവർക്കൊരു പഞ്ച് അടിക്കെടുത്ത് അവരതിന് പകരം ബാറ്റ് കൊണ്ടും ആണിയുള്ള ബാറ്റുകളും കൊണ്ടായിരിക്കും നമ്മൾ തിരിച്ചടിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം എന്നവൻ പറയും. അങ്ങനെ പറഞ്ഞ് അവർ നമ്മുടെ നീൽ എന്ന് പറഞ്ഞ ഗ്യാങ്ങിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ അവരെല്ലാം പതിയെ മുന്നോട്ടേക്ക് നടക്കും. അങ്ങനെ അവിടെ ചെല്ലുമ്പം ടിങ് 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ നീരയുടെ ഫോണിലേക്ക് ഇങ്ങനെ ചർവറ മെസ്സേജ് വരുന്നു. അവൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നു. ഇതാണ് നമ്മുടെ സാക്കുറയ്ക്കാണ് നല്ല ദേഷ്യം വരും. അവൻ പറഞ്ഞ് നിർത്തിയിട്ട് പോവാം, എനിക്ക് കുറേ നേരമേ എനിക്ക് ചോറി വരുന്നുള്ളൂ കേട്ടോ. എന്നോട്ട് അവങ്ങൾ ചാടാൻ തുടങ്ങും. ആട്ടൻ പറയും ഈ ബേസ് ലോക്ക്ഡൗൺ ആണല്ലോ. അത്രയും പറയുമ്പോഴേ നമ്മുടെ സുഗിഷ്ടയാണ് അങ്ങോട്ട് വന്നിട്ട് ആ ഡോറിലേക്ക് പതിയൊന്ന് പിടിച്ച് വലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീര് പറയും എടാ അതങ്ങനെ തുറക്കത്തില്ല, ചെങ്ങനിട്ടേക്കണല്ലേ, ഒന്ന് ആലോചിക്ക്. അത്രയും പറയുമ്പോൾ ദേഷ്യം വരും. പിന്നെ നമ്മുടെ സുഗിഷ്ട ഒന്നും നോക്കില്ല, അവൻ ഒറ്റ ചവിട്ട് ചെങ്ങനെ രണ്ടായിട്ട് പൊട്ടി. ലോജിക്കോടെ നോക്കണ്ട, പൊട്ടി, അത്രയേ ഉള്ളൂ. അത് കണ്ടപ്പോഴേ എല്ലാവരും ഒന്നുകൂടെ ഹൈപ്ഡായി. അങ്ങനെ അവരകത്തേക്ക് ചെല്ലും. അങ്ങനെ അവരെന്നോട്ട് കയറി വരുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരുത്തം പറയും വാ മമ്മക്കിന്ന് ഒരു വലിയൊരു കൂട്ടം അതിഥി തന്നെ ഉണ്ടല്ലോ. ഞാൻ ഒരെണ്ണത്തിനേ പ്രതീക്ഷിച്ചുള്ളൂ, അതിനുള്ള പലഹാരങ്ങളായിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. കുഴപ്പമില്ല, ഇതൊരു 10-25 പേർ കൂടെ കൂട്ടിയാൽ പോരെ, ഒപ്പിക്കാം. ഞാൻ കേട്ടോ മോനെ, നീ എണ്ണിക്കടാ, നിന്നെ വിളിക്കുന്ന ആൾക്കാരൊക്കെ വന്ന്
ഇനി ചേട്ടന്മാർക്കൊരു ഹായ് കൊടുത്തേ എന്ന് പറയും. അവൻ്റെ രൂപം കണ്ട നമ്മുടെ ആൻസായിക്ക് നല്ലോണം ദേഷ്യം വരും. എടാ നീ എന്താടാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് വരുമ്പം നമ്മുടെ സാക്കുര അവനെ തടുക്കും. ആസ് എ ലീഡർ അവൻ ചോദിക്കും, ഇന്നോട് അവസാനമായിട്ട് ചോദിക്കുക, ഞങ്ങൾക്ക് അവിടെ ചെറുക്കനെ കൈമാറിക്കുമോ, അല്ല വെറുതെ നമുക്കൊരു സീൻ ഉണ്ടാക്കണമെന്ന് പറയും. അതിന് ഞാൻ പറയും, ഭയങ്കര പേടിയാവുന്നു കേട്ടോണ, ഞങ്ങളങ്ങ് പേടിച്ചു. ഒന്ന് പോടാ പോയി ചെറുക്കനെ കൈമാറാൻ. ഒറ്റയ്ക്കൂടെ ബേസിക് കയറി വന്ന് ഞങ്ങളെ റെയ്ഡ് ചെയ്യാൻ വന്നിട്ട് വലിയ ഹീറോയിസം കാണിക്കാ നീ. നിനക്ക് ചെയ്യാമെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അവന്മാരുടെ ഗ്യാങ്ങിലെ ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കാൻ തുടങ്ങും. അവന്മാരാണെങ്കിൽ പതിയെ എങ്ങനെ സ്ലോ മോഷൻ കയറി വന്ന് നമ്മുടെ ചെറുക്കനെയും പിള്ളേരെയും കവർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാക്കുറയിൽ കയ്യിൽ ഒരു 25-20 പിള്ളേർ കാണും. അവരുടെ കയ്യിൽ ഒരു 50, 60, 70 പേരെങ്കിലും ഉണ്ടാവും. നമ്പറിൽ തന്നെ നമ്മുടെ സാക്കുറ ഔട്ട് നമ്പേർഡായി. പക്ഷെ നമ്മുടെ ഫ്യൂറിലെ പിള്ളേരെ അറിയാമല്ലോ. ഇത്രയും പേര് വന്ന് ഇവരെ വലഞ്ഞ് കണ്ട് നമ്മുടെ ആൻസേ പറയും, സോറി ഗൈസ്, ഞാൻ കണ്ട് നിങ്ങൾക്ക് ഇവിടെ പിഴണ്ട വന്നല്ലോ എന്ന്. പക്ഷേ ഇത് കേട്ടിട്ട് നമ്മുടെ ഫ്യൂറിലെ പിള്ളേർ ടൈഗയും പിന്നെ അവനെ മിഡ്സുക്കിയും പറയുക, നീ എന്തിനാണോ സോറി പറയുന്നേ? ഒരാൾ 4 പേരെ അല്ലെങ്കിൽ ഒരു 3 പേരെ വെച്ച് അടിച്ചിട്ടാ ഉമ്മാനെ നമുക്ക് എല്ലാവർക്കും എടുക്കാന്നേ ഉള്ളൂ, വലിയ പണിയാണോ മോനെ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ സുവോ സഹിഷ്ഠയോട് ചോദിക്കും, മച്ചാ നീ ഇന്ന് എക്സ്ട്രാ മോട്ടിവേറ്റഡ് ആയിരിക്കുമല്ലോ, നിനക്ക് നിന്നെ ഫുൾ എനർജി ഇവിടെ അടിച്ച് തീർക്കാം, ആരും നിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, കയറുന്നിറങ്ങിക്കോ. പിന്നെ അവൻ പറയും, പിന്നെ ഇതെന്നെ മാസ്റ്റർ ഉമ്മിയെ കണ്ടിരുന്നെങ്കിൽ അവന് നല്ല ദേഷ്യം വന്നേനെ, അവന് ദേഷ്യം വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ, ഒറ്റോണത്തിനും എടുത്തുള്ള എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം എല്ലാവരും സാക്കുറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. സാക്കുറ അവിടെ നിന്ന് മിണ്ടായിരുന്നിട്ട് പെട്ടെന്ന് പറയും, നിങ്ങളൊക്കെ അവിടെ പുറകെ പോയിരിക്കടാ, ഇത് ഞാൻ നോക്കിക്കോളാം, അത് അത്ര വലിയ പണിയൊന്നുമല്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വന്ന ആ ബോളില്ലേ, ഒന്ന് പാസ് ചെയ്ത് തന്നാൽ മതി, ബാക്കിയുള്ള ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് സുഖ പറയും, ബോളോ എടാ നമ്മൾ സോക്കറല്ലേ കളിക്കുന്നത്, ബോൾ കളിക്കാതെ. അപ്പോൾ ബാക്കിയുള്ള പറയും, നീ ഫുട്ബോൾ കളിക്കാൻ പോവാണോ? പിന്നെ സാക്കുറ നിനക്കറിയാമല്ലോ ഫുട്ബോൾ കളിക്കുന്ന ഒറ്റയ്ക്കല്ലെന്ന്, അതിനൊരു ടീം തന്നെ വേണം, അപ്പം എങ്ങനെയാ തുടങ്ങിയാലോ? അപ്പോൾ വേറെ ഒരുത്തൻ പറയും, കണ്ടില്ലേ ക്ലാസ് ലീഡർ ആയതുകൊണ്ട് അവന് മാത്രം കൂളായാൽ മതിയോ, ഞങ്ങളും വരുവാടാ ഞങ്ങളെ മാസ് കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാം റെഡിയാവും. ഇത് കണ്ട് അവന് നീലിനെ ക്യാപ്റ്റൻ പറയും, പെട്ടെന്ന് ആ പേടിയുള്ള വൈബെല്ലാം അങ്ങ് പോയല്ലോ, ഇവരെല്ലാം ഇതങ്ങ് എൻജോയ് ചെയ്യുവാണോ? എന്നാൽ ഇത് കുറച്ചുകൂടെ ഫണ്ണായല്ലോ, എന്നാ ബാ നമുക്കെല്ലാം അങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ചീഞ്ഞ് പാഞ്ഞ് വരും. നമ്മുടെ സാക്കുരയും പറയും, എന്നാ വാടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ ഫൈറ്റ് സ്റ്റാർട്ടാക്കും ഗൈസ്. പിന്നെ അവിടെ ഒരു യുദ്ധക്കളമായിരുന്നു. ஆண்டவங்கள் தீப்படிக்க வாலி போல வால் எடுக்க வீர சூர வேட்டையாட போறா, அடங்காத கால போல மீச முறுக்கி வாரா. இவன் முன்ன நின்னாலே யமனுக்கும் கொலை நடுங்கும், இவன் பேர சொன்னாலே சிவனுக்கும் படபடுக்கும். இவனால 8 திக்கும் 6 கூட்டம் எக்கச்சக்கம், எங்க வாழ்க்கை அவர்தான், நாங்க எல்லாம் அவர் பக்கம். கடவுளை போல கப்பவன் இவன் பேராசையை கொள்ளும் சிவனாய் இவன் கல்வனை வெல்லும் வல்லவன் இவன் பேரன்புக்கு என்றும் நல்லவன் இவன். അതിനുശേഷം നമ്മുടെ ഫ്യൂറിലെ ഈ ക്ലാസ്സിൽ തന്നെ 5 പേരുണ്ട് ടോപ്പ് ഫൈറ്റേഴ്സ് ആയിട്ടുള്ളത്. സാക്കുറ, സോ ആൻഡ് സുഗാറ്റോ, പിന്നെ ടൈഗ, പിന്നെ മിഡ്സുക്കി. ഇവർ 5 പേര് നല്ലോണം ഫൈറ്റ് ചെയ്യും. ഇവർ ഒരേ സമയം 5-6 പേരെയൊക്കെ അടിച്ചിടുന്നത്. അതുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് 5-6 VIP പറഞ്ഞു വിടും. എന്നിട്ട് അവരായിട്ടുള്ള ഫൈറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുവോയ്ക്ക് അവനെ നീരെ പ്രൊട്ടക്റ്റ് ചെയ്യണതുകൊണ്ട് സുവോയ്ക്ക് നല്ലോണം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ഓപ്പോസിറ്റിക്കൊന്നും പറയും, നിനക്ക് ഒരുത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നീ ഭയങ്കര വീക്കാണല്ലോ എന്ന്. പക്ഷേ സുവോ പറയും, അല്ല ഞാൻ ഈ വരിയിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആവുക എന്നുള്ളത്. അത് സീസൺ 1 കണ്ടവർക്കറിയാം അവൻ്റെ പാസ്റ്റ് പറയുമ്പോൾ. പക്ഷേ ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ നീരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ട് നമ്മൾ സുവോ പതിയെ വീക്ക് ആയിക്കൊണ്ടിരിക്കുക. അത് കണ്ട് നമ്മുടെ നീരിക്ക് തന്നെ മനസ്സിലാവും അവന് ബാധ്യതയാവുകയെന്ന്. ശരിക്കും ഇത്രയും വലിയൊരു ഫൈറ്റിൽ അവനും ഫൈറ്റ് ചെയ്യേണ്ട, പക്ഷേ അവനെയും കൂടെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വന്നുകൊണ്ട് കുറേ കൂടെ അതനുസരിച്ചുള്ള ഡിസഡ്വാൻറ്റേജ് അവർക്ക് തന്നെ ഉണ്ടാകുന്നുണ്ടത്. അതുകൊണ്ട് അവന് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനെ ഇറങ്ങി അടുത്ത ഒരുത്തനെ തെള്ളിയിടും. ഇത് കണ്ട് സൂയിഞ്ഞെട്ടും. പക്ഷേ
പെട്ടെന്ന് ആ തെള്ളിയിടുമ്പോൾ തന്നെ അടുത്ത ആളാ വന്ന് അവൻ്റെ തലക്കടിച്ച് അവനെ നോക്കാവും. പക്ഷേ നോക്കാകുമ്പോൾ തന്നെ അവൻ സാക്കുരയെ നോക്കും. അവൻ സാക്കുര നീരെ അടുത്തേക്ക് ശ്രദ്ധ വന്ന പാടെ പുറയുന്ന വേറൊരുത്തം വന്ന് അവിടെ സാക്കുര തലക്കിട്ട് നല്ലൊരു അടി കൊടുത്തു. ആ അടി അവൻ്റെ തല പൊട്ടി ചോരയും വരും. പക്ഷേ നമ്മുടെ നീരെ അടുത്ത ബ്ലോ അടിക്കാൻ പോയി അവനെ ഫിനിഷ് ചെയ്യാൻ പോകുമ്പം പെട്ടെന്ന് നമ്മുടെ സെക്കൻഡ് ഇയേഴ്സ് കയറി വരും ഗൈസ്. അതൊരു അന്യായ വരവായിരുന്നു. നമ്മുടെ സീസൺ 1 ലാസ്റ്റ് എപ്പിസോഡ് ഇവർ ഇറങ്ങിപ്പോകുമ്പം സെക്കൻഡ് ഇയേഴ്സ് 3 പേര് കാണുമല്ലോ. ആ 3 പേര് ബാക്കപ്പിനായിട്ട് വരും. ഇവരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കൈജിയും പിന്നെ കുഷ്മിയും പിന്നെ വേറൊരു സീനിയറും കൂടെ വേണ്ടി പറയും, ഓ ഭാഗ്യം, ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയല്ലോ എന്ന് പറയും. പിന്നെ നമ്മുടെ കൈജിക്ക് വേറൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അവൻ എപ്പോഴും അവൻ്റെ ആങ്കർ ഇഷ്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് വായിൽ ലോലിപ്പോപ്പും ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൻ എപ്പോഴും ഇങ്ങനെ അലറി ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചോര കണ്ട് ഒരുതിനെ അടിച്ച് അവൻ ചാവാതെ ഇവനെ അടങ്ങത്തുമില്ല. അങ്ങനെ ഒരു ഡെഡ്ലി ബീസ്റ്റാണ് നമ്മുടെ കൈജി. അതും കൂടി ഇതിൻ്റെ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ നീലിൻ്റെ ലീഡർ പറയും, നിങ്ങളെന്താ ഇവിടെ ബാക്കപ്പിനായിട്ട് വന്നതാണോ? ശരിക്കും പറഞ്ഞാൽ ഫ്യൂറിനായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊരു അടിയൊന്നും തുടങ്ങിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നകത്ത് കയറി വരേണ്ട വലിയ ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണേൽ ഈ നഗാട്ടോടെ കൂട്ടാനെയായിരുന്നു. അവൻ മാത്രമേ ഇവിടെ വരാൻ ഞങ്ങളൊന്ന് പ്രതീക്ഷിച്ചുള്ളൂ. പിന്നെ അവൻ്റെ കൂട്ടുകാരെയും കൂട്ടി തല്ലാൻ വന്നത് ഞങ്ങളുടെ വിഷയമല്ല. അതിനകത്ത് വെറുതെ ഫ്യൂറിനായിട്ട് തല്ലാമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയും. പക്ഷേ അതിന് നമ്മുടെ ചെറുക്കൻ കഴിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പം പറയും, എന്താടാ നീ പറഞ്ഞേ, ഇത് ഫ്യൂറിൻ്റെ വിഷയമല്ലെന്നോ? നീ ശരിക്കും ഒരു പൊട്ടൻ തന്നെ. എടാ, ഫ്യൂർ എന്ന് പറയുന്നത് അവരുടെ സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാ. അവരുടെ സിറ്റിയും അവരുടെ ഫീലിങ്സും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ അവൻ്റെ ഫീലിങ്സിനെ തൊട്ട് കളിച്ചു. അതുകൊണ്ട് അവൻ്റെ ഈ ക്ലാസ് ഫുള്ള് ഇറങ്ങി വന്നേ. നീ ശരിക്കും ഒരു പൊട്ടൻ തന്നെ. അപ്പം അവനും പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാടാ കുണ്ണെ ഞാൻ പറഞ്ഞ നീ ഒരു പൊട്ടനാന്ന് എന്ന് പറഞ്ഞ് അവൻ നല്ലവണ്ണം ദേഷ്യപ്പെടാൻ തുടങ്ങും. ആയിട്ട് പറയും, നിങ്ങൾ എൻ്റെ ഇവിടെ താഴത്തെ നീന്തുന്നതെല്ലാം നോക്കി നടത്തിക്കോ, ഞാൻ മൂളി അവൻ്റെ അടുത്തേക്ക് പോവാ. ഈ പിള്ളേരുടെ അടുത്ത് അവനെ വിട്ടാൽ ശരിയാവത്തില്ല, ഞാൻ ചെന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ സ്ട്രെയിറ്റ് അവനെ നീലിലെ ക്യാപ്റ്റനായിട്ട് പോകും. പിന്നെ ഇവരെ കണ്ടപ്പോഴത്തേന് നമ്മുടെ നീലിലെ പിള്ളേരെല്ലാം ഒന്ന് ഡൗൺ ആയി. അവർക്കിനി ഫൈറ്റ് ചെയ്യാൻ ചെറിയ പേടി. പക്ഷേ നീലിലെ ക്യാപ്റ്റൻ പറഞ്ഞു, ഡേടാ പോയി അടിച്ചോ മര്യാദയ്ക്ക്. പക്ഷെ എന്നിട്ട് അവരാരും അനങ്ങിയില്ല. അതിന് ശേഷം ഇവന്മാരെന്നെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിലത്തെടുക്കുന്ന നാഗാറ്റോടെ തലയ്ക്ക് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് പറയും, ഇതിലാർക്കൊക്കെയാടാ ഇങ്ങനെ ആവണ്ടേ? അങ്ങനെ ആവേണ്ടവന്മാർ മാത്രം അവിടെ നിൽക്കുക, എനിക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാനാ, ഇത് കഴിഞ്ഞിട്ടുള്ള ഞാൻ അങ്ങ് തരാം എന്ന് പറഞ്ഞു വെക്കും. അത്രയും കേട്ടപ്പോൾ അവന്മാരല്ലേ ഇവനെ പേടിച്ച് ഫൈറ്റ് വീണ്ടും സ്റ്റാർട്ടായി. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ കായ്ജിക്ക് എന്ത് ചെയ്തു, അവൻ നല്ലവണ്ണം ദേഷ്യം വരും ഇതുകൂടെ കണ്ടപ്പോഴത്തേന്. അപ്പോൾ നമ്മുടെ കുസ്മിയെ എന്ത് ചെയ്യും, നമ്മുടെ നീരിയെ എടുത്തുകൊണ്ട് പോയി പുറത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് പറയും, നീ അവിടെ തന്നെ ഇരുന്നോ. നമ്മുടെ കുസ്മി അധികം സംസാരിക്കത്തില്ല കേട്ടോ, അവന് സംസാരിക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പം നീരറിയും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാനോ? മനസ്സിലായി, ഞാൻ ഇവിടെ ഇരുന്നോളാം. അതിന് ശേഷം അകത്തേക്കും ഫൈറ്റ് ചെയ്യാൻ. പക്ഷേ ഇത് നമ്മുടെ നീരിക്ക് നല്ലോണം ഫീലാവും. നീരി എപ്പോഴും നമ്മുടെ സാക്കുരയുടെ കൂട്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഫൈറ്റിലേക്ക് കയറി ചെന്നത് തന്നെ. പക്ഷേ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ടാക്കിമീച്ചക്കാളിൽ ഏകദേശം വീക്കാന്ന് പറയാം. അവൻ തന്നെ അവനെക്കുറിച്ച് പറയും, ഞാൻ എത്ര പദ്ധതിക്കല്ലേ എന്ന് പറയാം. അതിന് ശേഷം നമ്മുടെ സീനിയേഴ്സ് പറയും, ഞങ്ങൾ വന്നെന്ന് പറഞ്ഞ് നിങ്ങളാരും നിങ്ങളുടെ ഗാർഡ്സ് ഡൗൺ ചെയ്യില്ലേ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള എനിമീസിനെ ഫോക്കസ് ചെയ്യുക, ഞങ്ങളും കൂടെ വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ മാക്സിമം ബാക്കിങ് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം എന്ന് പറയും. പിന്നെ നമ്മുടെ ടോപ്പ് 5 ഒന്നുകൂടെ പവറായിട്ട് അവർ ഫ്രണ്ടിലുള്ള എനിമീസായിട്ടുള്ള ഫൈറ്റ് തുടങ്ങി. இவன் இருக்க கதற பிரிச்சு எடுக்க வாரா, ராஜாதி ராஜ வெட்டி வீசி எறிய போறா. அடங்காத விட குதிரை ஒரு நாளும் அடங்காது, நெருப்போட விளையாட ஒருபோதும் தயங்காது. உன்ன வெச்ச கால இவன் பின்ன நோக்கி வெச்சதில்லை, இவனை போல கர்வம் கொண்ட காவல் தெய்வம் யாரும் இல்லை. இவன் தாண்டா தூளு, யாரும் கேளு
தடுக்க எதிரி தலையை எடுக்க கொம்பு வெச்ச சிங்கவாரா மின்னல மின்னி வந்து கேட்டத உடனே தருவா மீசைய முறுக்கி விட்டா எமனுக்கு எமனா தெரிவா மிரட்டல மிரட்டி வெப்பா துணிச்சல தனியா நிப்பா அசத்தல அடக்கிட்டு போவா மக்களின் கடவுளாவா சிறுதைய சீரிப்பாய கண்ணில மின்னல் மேய வெட்டிய தூக்கி கட்டி தெருப்பா தொடைய தட்டி காண்கைய காலையா வாரா അതിനുശേഷം നമ്മുടെ കഴിച്ച് നമ്മുടെ സാക്കുരയായിട്ട് സംസാരിക്കാൻ എന്നിട്ടൊന്ന് വരും. ഏട്ടാൻ പറയും, സാക്കുരേ നീ ഇവരെ എന്താ എടുത്തിട്ട് എന്നിട്ടുണ്ടെന്നേ എന്ന് പറയുമ്പോഴത്തേനും ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ അവൻ അറ്റാക്ക് ചെയ്യാൻ പോകും. പക്ഷെ പെട്ടെന്ന് അവൻ ഇടിമിന്നൽ പോലെ ഒരു അറ്റാക്കാണ് മുളി ചെയ്ത് കണ്ട് അവൻ പേടിച്ച് ആ ഓപ്പോസിറ്റ് നിൽക്കുക മാറി നിൽക്കും. അവൻ പറയും, ഓ കഷ്ടിച്ച രക്ഷപ്പെട്ടെ. എന്നിട്ട് നമ്മുടെ കഴിച്ച് പറയും, നിങ്ങളുടെ ഫൈറ്റൊക്കെ ഫൈറ്റ് തന്നെ, പക്ഷെ ഇവിടെ ഞാൻ അവനോട് സംസാരിക്കുന്ന കണ്ടില്ലേ, ഇനി ഇടയ്ക്ക് നീ വന്ന വേണ്ട നിങ്ങളുടെ ക്യാപ്റ്റന് മുമ്പേ നിന്നെ ഞാനങ്ങ് തീർക്കും. അതുകൊണ്ട് രണ്ട് വിട്ട് നീ അവിടെ നിൽക്കുക. അതിന് ശേഷം അവൻ നമ്മുടെ സാക്കുരയോട് ദേഷ്യപ്പെടാണ്ടിരിക്കും, നീ എന്താലോചിച്ചിട്ടാടാ നീ ഇവരെ ഇവിടെ കൊണ്ടുവന്നേ? ഫൈറ്റും റിവെഞ്ച് എടുക്കുന്നതും കൂട്ടാനെ രക്ഷിക്കാൻ പോകുന്ന ഫീലിങ്സൊക്കെ കറക്റ്റാ, പക്ഷെ നീ വന്നത് ഒരു ക്ലാസ്സും വേഴ്സസ് ഒരു ഗ്യാങ്ങുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്യൂറിൻ വേഴ്സസ് നീൽ വേഴ്സസ് ഒരു ഫൈറ്റ് ആവാറുണ്ട്, അല്ലാതെ നിന്റെ ക്ലാസ്സും ഗ്യാങ്ങും അല്ല. നോക്ക് നിന്റെ ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടാണ് അടി കൂടുന്നതെന്ന്. നീ ഉമ്മയെ ഇതുവരെ കണ്ടിട്ടില്ലേ? അവൻ ഇന്നേ വരെ അവൻ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയിട്ടില്ല. എടാ നമ്പര് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ നമ്പർ അവരുടെ ആൾക്കാരുടെ നമ്പരെങ്കിലും സെയിം ആയാലേ 50-50 ചാൻസ് ഉള്ളു ജയിക്കാൻ. നിനക്കതെങ്കിലും ഉണ്ടോ? അവൻ വന്നേക്കുന്നു ക്ലാസ്സിലെ ലീഡറാന്ന് പറഞ്ഞും ബാക്കിയുള്ള പിള്ളേരെ കൊലയ്ക്ക് കൊടുക്കാൻ. ഇത് തൊലിയെങ്കിലും ആട്ടാൻ എങ്ങനെയും ഇതെനിക്ക് നിർത്തണം എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്ത സെല്ലിലേക്ക് കയറും ഫൈറ്റിനായിട്ട്. പക്ഷെ അതിന് സാക്കുര പറയും, എനിക്കറിയാം, പക്ഷെ എനിക്കൊരിക്കലും അൻസായി ഇവിടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. അവനോട് ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിലോ അവനെ ജീവനോട് നമുക്ക് കിട്ടുമായിരുന്നോ? പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഞാൻ ഇവരെ ആരെയും വിളിച്ചില്ല. ഇവരെല്ലാം എന്നെ സഹായിക്കണോ പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. അത്രയും ദ്രോഹം ചെയ്ത അവനോട് ഞാൻ എങ്ങനെ ക്ഷമിക്കാനാ? അവരുടെ ക്യാപ്റ്റനോട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, അവനുള്ള എല്ലാ കണക്കും ഞാൻ തീർക്കും. അതിന് കഴിച്ച് പറയും, അതിൻ്റെ ആവശ്യമില്ല, നിനക്കുള്ളതും കൂടെ ചേർത്തുള്ളത് ഞാൻ കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞ് അവൻ അങ്ങോട്ട് കയറിപ്പോവും. പക്ഷെ അവൻ പറയും, ഞാൻ അതിനല്ല ഇവിടെ വന്നേ. അങ്ങനെ നിനക്ക് അവനുള്ളത് കൊടുക്കാനായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ആരെങ്കിലും വിട്ട് എന്നോട്ട് വന്നേനെ. പക്ഷെ ഇവിടം വരെ ഞാൻ വന്നത് അവനിട്ട് ഒറ്റയ്ക്കുള്ള കൊടുക്കാനാ. ഒന്നുമില്ലെങ്കിൽ അവസാനത്തെ 10 അടിയെങ്കിലും അവൻ ഞാൻ കൊടുക്കും. ആദ്യം ഇവനായിട്ടുള്ള വള്ളി ഞാൻ തീർക്കട്ടെ, എന്നിട്ട് ഞാൻ അന്നോട്ടേക്കാ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ കഴിച്ച് എന്നിട്ട് കയറിപ്പോവും. എന്നിട്ട് മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ പറയും, ഓ ഭാഗ്യം പൊന്നെ സാക്കുറ, ഞാൻ അവനായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യണ വന്നിട്ടുണ്ടല്ലോ, തൊലഞ്ഞേനെ, ലിറ്ററലി മോൺസ്റ്റർ അവൻ. അത്രയും പറയുമ്പോൾ നമ്മുടെ സാക്കുറ അവനെ തന്നെ മോന്തയ്ക്ക് ഇടിക്കും. എന്നിട്ട് പറയും, ഞാൻ എന്തേ കാണിക്കുന്നേ, ഞാൻ എന്തേ കറങ്ങിത്തിരിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നേ, ഞാൻ എവിടെ ശ്രദ്ധ വിട്ടു പോകുന്നത്, എനിക്ക് ഫൈറ്റ് ചെയ്യും, എനിക്കതിലാണ് ഫോക്കസ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ അവനെ തന്നെ ഇടിയിടിക്കും. പക്ഷേ ഇത് കണ്ട് ഓപ്പോസിറ്റിക്കുവാൻ ഒന്നുകൂടി ഞെട്ടും. ചുമ്മാർക്കെല്ലാം വട്ടാണോടാ എന്ന് കാണിച്ചുകൊണ്ട് ഗൈസ് ഈ ഒരു അടിപൊളി കിടുക്കാച്ചി എപ്പിസോഡ് ഇവിടെ കൊണ്ട് തന്നെ വൈൻഡപ്പാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ ആരുടെയും അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുസരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നുന്നു. പക്ഷേ സോങ് സെലക്ഷനകത്തേക്ക് കുറേ പാടുപെടുന്നുണ്ട്. ഈ സോങ് അത്ര കുഴപ്പമില്ലായിരുന്നു, വേറെ കുറേ സോങ് ട്രൈ ചെയ്തു, പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഒപ്പിച്ചാൽ. പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ട് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ, ഞാനത് അനുസരിച്ച് ശരിയാക്കി തരാം. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള നിങ്ങളുടെ റിവ്യൂ നിങ്ങൾ അതായിട്ട് പറഞ്ഞാൽ അതനുസരിച്ച് എപ്പിസോഡ്സ് ഇനിയും ബെറ്റർ ആക്കാം കേട്ടോ. പിന്നെ വീഡിയോ ആണെന്ന് എല്ലാ കൂടെയും മറക്കാണ്ട് സബ് ചെയ്യണം. വിൻഡ് ബ്രേക്കർ ഇനി നമ്മുടെ ചാനലിൽ പൊളിക്കും കേട്ടോ, അതുകൊണ്ട് എല്ലാവരും സബ് ചെയ്ത് കുടിക്കോ, ലൈക്ക് അടിച്ച് കയറിക്കോ, മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്തോ. എപ്പിസോഡ് ഇറങ്ങുന്നു ആദ്യം ഇടുന്ന നമ്മളായിരിക്കും, അത്രേ ഉള്ളൂ.
ആദ്യം ആയിരിക്കും, കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ ആദ്യം നമ്മളായിരിക്കും. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ അടുത്ത ബ്ലാക്ക് ക്ലൗഡിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ എക്സ്പ്ലെയിനർ ബേസ് സൈനിങ് ഔട്ട്.